ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവം തന്നൊരു ആലോചന പറഞ്ഞ് വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 54-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ഈ പകലിലെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. 54-4. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. നമുക്ക് വാക്യം ചേർന്നൊന്ന് വായിക്കാം. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരും സഹായമില്ലെങ്കിലും സഹായകനായിട്ടൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെഴുതാനുണ്ടായ സാഹചര്യം അതിൻ്റെ തലവാചകത്തിലുണ്ട്. ഒന്ന് വായിച്ചോ മോനെ. ദാവീദിന്റെ ഒരു ധ്യാനം. സീഫിയർ ചെന്ന് ശൗലിനോട്, ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചത്. കൂടെ നിന്നവർ ചതിച്ചപ്പോൾ പാടിയ പാട്ടാണ്. എന്താ ഞാൻ പറഞ്ഞേ? കൂടെ നിന്നവര് ചതിച്ചപ്പോൾ പാടിയ പാട്ടാണ്. ശൗമേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം 14 മുതലുള്ള 1-2 വാക്യങ്ങൾ നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചൊന്ന് വായിക്കും. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. അതിനൊരു സ്തോത്രം പറഞ്ഞേ. ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ, നിന്റെ പുറകെ ആര് വന്നാലും ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, നല്ല സ്തോത്രം പറയണം. ശൗൽ അവനെ തെരഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. അടുത്ത വാക്യം. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും, അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ശൗലിന്റെ മകനായ യോനാഥാൻ സീബ് മരുഭൂമിയിലെ ദുർഗങ്ങളിലും കാട്ടിലും ഒളിച്ചിരിക്കുന്ന ദാവീദിനെ കൊല്ലാൻ ശൗല് 3000 പട്ടാളക്കാരുമായി തപ്പുമ്പോൾ യോനാഥാൻ ചെന്ന് പറഞ്ഞു, നിന്റെ അപ്പൻ നിന്നെ കൊല്ലുവാനായി പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ ദൈവം നിന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കത്തില്ല, നിന്റെ പ്രാണനെ ദൈവം സൂക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പാടിയ പാട്ട്, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ. ഈ യോനാഥാന് കൂടുതൽ ഉറപ്പാണ്, നീ എൻ്റെ പ്രാണനെ താങ്ങിയാൽ എൻ്റെ പ്രാണനെ താങ്ങുന്ന നിൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. താങ്ങുന്ന ദൈവം. എല്ലാവരും പറഞ്ഞേ, ഏതാപത്തിലും താങ്ങുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കാര്യം മാത്രം ഓടിച്ചൊന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് പകൽ ദൂത് അവസാനിപ്പിക്കും. നമ്മള് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് മടങ്ങി വരാം. ശൗമേലിന്റെ 26-ാം അധ്യായം 1-2 വാക്യം കൂടെ വായിച്ചേ. അനന്തരം സീഫിയർ ഗിബെയയിൽ ശൗലിന്റെ അടുക്കൽ വന്നു, ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്തിരുന്ന 3000 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഒരാളെ പിടിക്കാൻ 3000 പേരുമായിട്ട് ശൗൽ ചെന്നിരിക്കുകയാണ്. തെളിവ് കൊടുത്ത ആരാണ്? ഇവൻ എവിടെ അഭയം പ്രാപിച്ചോ, ആരെ ആശ്രയിച്ച് ചെന്നോ, അവര് ഇവനെ അവിടെ താമസിപ്പിച്ചിട്ട് ശൗലിന് രഹസ്യം ചോർത്തി കൊടുത്തു. നമുക്കിപ്പം വിശ്വസിച്ച് ഒരാളെ കൂടെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അതൊരു കാലമാണ്. ഡ്രൈവറേക്കൊക്കെ ഫോൺ വിളിക്കാൻ വയ്യാത്ത കാലമാണ്. നമ്മുടെ എതിരാളിയെ വിളിച്ചിട്ട് പറയും, പുള്ളി ഫോണിൽ കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ഇന്നിടത്താണ് പുള്ളിയുടെ ബിസിനസ്, ഇന്നാരുമായിട്ടാണ് പുള്ളിയുടെ കമ്പനി എന്നെല്ലാം നമ്മുടെ എതിരാളിക്ക് എന്ത് ചെയ്യും
അപ്പം അതുകൊണ്ട് ചിലരൊക്കെ ആഴ്ച ഡ്രൈവർമാരെ എന്ത് ചെയ്യുക? ഹലോ, മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിക്കോളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇവരെ ആശ്രയിച്ചാരി ചെന്നേക്കാണ് ദാവീദ്. പക്ഷെ അവർ തന്നെ വന്ന് ആരെ ഒറ്റിക്കൊടുത്തു? ദാവീദിനെ ഒറ്റിക്കൊടുത്തു. പക്ഷെ അതിനകത്തുനിന്ന് ഈ സംഭവമല്ല, അന്നേരം യോനാഥാൻ എന്ത് ചെയ്യും? ദാവീദിനെ അറിയിക്കും. അപ്പം ദാവീദ് പറഞ്ഞു, എന്നെ താങ്ങുന്നവരുടെ കൂടെ, എൻ്റെ പ്രാണനെ താങ്ങുന്നവരുടെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഇവിടെ എല്ലാവരും കൂടെ നിന്നെ വളഞ്ഞാക്രമിച്ചാലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം അറിയാതെ നിന്റെ തലയിലെ ഒരു തലമുടി നാരിന് കേടുവരത്തില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാവിലെ നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 71 സങ്കീർത്തനത്തിന്റെ 5-6 വാക്യം, 71 5-6. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. എന്റെ ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. നിനക്ക് 65 വയസ്സായി കഴിഞ്ഞല്ല നിന്നെ താങ്ങിയേ. നിനക്കൊരു പ്രതികൂലം വന്നു കഴിഞ്ഞല്ല നിന്നെ താങ്ങിയത്. അമ്മയുടെ ഗർഭം മുതൽ അവൻ നിന്നെ താങ്ങി. ഉറപ്പുള്ളവരെ സ്തുതിക്കാവുള്ളൂ. ബാല്യം മുതൽ അവനെ താങ്ങി. അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. ഒരല്ലിയെ പറഞ്ഞേ. അപ്പൊ എൻ്റെ ജനനം ദൈവത്താലാണ്, എൻ്റെ ഉത്ഭവം ദൈവത്താലാണ്, എൻ്റെ വളർച്ച ദൈവത്താലാണെങ്കിൽ എൻ്റെ പ്രാണനെതിരെ 3000 അല്ല, ഇവിടെ ദൈവദാസ 30,000 വന്നാലും എൻ്റെ പ്രാണനെ താങ്ങുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവര് ഇന്നലെ അവരെ നന്നായി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ സങ്കീർത്തനം ഇന്നലെ ഒത്തിരി രാത്രി, ഞാനിന്നലെ പകല് കൊട്ടാരക്കര അസംബ്ലീസ് കൊണ്ട് സെക്ഷൻ മീറ്റിംഗ് ആയിരുന്നു. രാത്രി മാവേലിക്കര ചർച്ചകോട് സെൻട്രൽ കൺവെൻഷൻ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്ന് ശാരീരികമായിട്ടൊക്കെ അല്പം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, കഴിഞ്ഞ ഞായറാഴ്ച ആലപ്പുഴയിലെ ഓമനപ്പുഴയിൽ ആരാധിച്ച കൊച്ച് ഈ ഞായറാഴ്ച അവിടെ ഇല്ല. 27 വയസ്സ്. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്നു. അവൾ മരിച്ചുപോയി. മിനിഞ്ഞാന്ന് അവിടെ അടക്കമായിരുന്നു. ചർച്ചക്കൂടിലെ ഒരു പെൺകുട്ടിയാണ്. അവിടെ അനിയത്തി നല്ലൊരു പാട്ടുകാരിയാണ്. ആ സാക്ഷിയൊക്കെ നിങ്ങൾ കേട്ട് കാണും. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്ന ആരാധനയ്ക്ക് ഈ ഞായറാഴ്ച പറ. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, പ്രാണനെ താങ്ങുന്ന. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ ചുമ്മാതെ രാവിലെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി സങ്കീർത്തനം വായിച്ചല്ല. ഇന്ന് കണ്ടവൻ നാളെ ഇല്ലാതെയാകുന്ന പോരുകൾ ഉയരുമ്പോൾ നീ പ്രാർത്ഥിക്കണം, എൻ്റെ പ്രാണനെ താങ്ങുന്നവരുടെ കൂടെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവര് രാവിലെ നന്നായിട്ട് കരമടിച്ച് രാവിലെ ഓ റബ ശന്തരാധര ഹല്ലേലൂയ ദിബരബലബലബഷ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ എടുത്തത് നീയാണ്. എൻ്റെ അമ്മയുടെ ഗർഭം മുതൽ നീ എന്നെ താങ്ങുന്നു. ഈ ഗോലിയാത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ അമാനുഷികനായ ആ ആള് കയറി വരുന്ന ചെറുക്കനെ നോക്കിയപ്പോൾ 17 വയസ്സ്. എത്ര വയസ്സാ? സുന്ദരൻ, കോമളരൂപി, സുനേത്രൻ, ഒരു 5 അടി പൊക്കമേ ഉള്ളൂ. കയ്യിലാകപ്പാടെ പഴയ ഒരു കവണി, ഒരു ആട്ടിയുടെ സഞ്ചി കിടക്കുന്ന 3-4 കല്ലും. ഇതേ ആര് കണ്ടുള്ളൂ? ഗോലിയാത്ത് കൂടെ നിൽക്കുന്ന ആളിനെ കണ്ടില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ഈ കൊച്ചു ചെറുക്കനെ ആര് കണ്ടുള്ളൂ? ഗോലിയാത്ത് എന്ന വലിയ മനുഷ്യൻ കണ്ടുള്ളൂ. അവൻ്റെ കൂടെ നിൽക്കുന്ന ആളിനെ ഗോലിയാത്ത് കണ്ടില്ല. അതാ നമ്മുടെ പ്രത്യേകത. നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന്. അവൻ്റെ കൂടെ ഉള്ളവനെക്കാട്ടിൽ വലിയ ഒരുത്തൻ നമ്മുടെ കൂടെ ഉണ്ട്. ദാവീദിൻ്റെ ആ ശരീരഘടനയല്ല അവന് ജയം കൊടുത്തത്, അവൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ കരമാണ്. ആ പേര് നോക്കി അവൻ പറഞ്ഞു, എന്നെ താങ്ങുന്ന കരം. എൻ്റെ ബാല്യം മുതൽ എൻ്റെ പ്രാണനെ താങ്ങുന്ന കരം. ഒരു സ്തോത്രം പറഞ്ഞേ.
അതുകൊണ്ട് ഏലീശ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ എൻ്റെ ഈ ശുശ്രൂഷകനായിരിക്കുന്ന എൻ്റെ ശിഷ്യനായിരിക്കുന്ന ഇവൻ്റെ കണ്ണും തുറക്കണം. ഇവൻ കാണുന്നത് എന്തുവാ? അരാമ്യ സൈന്യം വരുന്നു, പട്ടാള ക്യാമ്പ് വരുന്നു, വടിയും മാളും കുതിരയെല്ലാം വരുന്നു. ഇവൻ പേടിച്ച് വിറച്ചിരിക്കുക പ്രാർത്ഥനക്കാരൻ്റെ കൂട്ടത്തിൽ. അവൻ പറഞ്ഞപ്പോൾ യജമാനെ നമ്മൾ പാർക്കുന്ന ഈ മല മുഴുവൻ അവന്മാർ വളഞ്ഞു. ഉടനെ ഏലീശ പേടിച്ചെന്നല്ല, പ്രാർത്ഥിക്കുന്നവനല്ലേ. അവൻ പറഞ്ഞ് കർത്താവ് ഇവൻ്റെ കണ്ണും തുറക്കണം. സ്വതന്ത്രം പറഞ്ഞ് ഇന്ന് പകൽ കൂടെ നിൽക്കുന്നവൻ്റെ കണ്ണ് തുറക്കണം. നിന്നെ സംരക്ഷണം ചെയ്യുന്നത് ആരാന്നറിയാൻ. ഹല്ലേലൂയ. ഉടനെ ഇവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ പറയാണ്, ഓ യജമാനെ, അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും നമ്മുടെ പർവ്വതം ചുറ്റിയിരിക്കുന്നു. ഇവരാദ്യം എന്തുവാ കണ്ടേ? ശത്രുവിൻ്റെ സൈന്യത്തെ. ഇപ്പൊ കണ്ണു തുറന്നപ്പോൾ എന്താ കണ്ടേ? ദൈവത്തിൻ്റെ സൈന്യത്തെ. ഇന്ന് രാവിലെ നീ പ്രതികൂലം കണ്ട് വിറയ്ക്കരുത്, അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കാണണം. ഹലോ, നീ സഞ്ചരിക്കുന്ന പാതയിൽ നിന്റെ വണ്ടിയുടെ ഗുണം കൊണ്ടോ ഓടിച്ച ഡ്രൈവറിൻ്റെ ഗുണം കൊണ്ടോ ഒന്നുമല്ല നീ ഇഞ്ഞു വന്നത്. നീ വന്ന് ഇന്ന് വരെ നിൽക്കുന്നത് നിന്റെ പ്രാണനെ അമ്മയുടെ ഗർഭം മുതൽ താങ്ങുന്ന ഒരു കരമുണ്ട്. വിശ്വസിക്കുന്നവരും മാത്രം ആ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആരെയാണ് ദൈവം താങ്ങുന്നത്? 37 സങ്കീർത്തനം 23, 24 വാക്യം. ആരെയാണ് ദൈവം താങ്ങുന്നത്? മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ആരെയാണ് ദൈവം താങ്ങുന്നത്? ഒരു മനുഷ്യന്റെ വഴിയിൽ. നിങ്ങൾ ഈ ബൈബിളിൽ നോക്കിയിരിക്കണ്ട, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ മതി, മോൻ വായിക്കും. നിങ്ങൾ കുനിഞ്ഞിരുന്നതിൻ്റെ പ്രയാസം വരാതിരിക്കാനാ. ഇവിടെ നോക്കിയിരുന്നേ. അത് കഴിഞ്ഞ് എന്നെ കൂടെ നോക്കണം. ഒരല്ലേ പറഞ്ഞേ, നീ സഞ്ചരിക്കുന്ന വഴി ദൈവത്തിന് പ്രസാദമുള്ള വഴിയാണെങ്കിൽ, ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നീ പോകുന്ന വഴി നിന്നെ വിളിച്ച് വേർതിരിച്ച, നിനക്ക് വേണ്ടി രക്തം മുഴുവൻ ഊറ്റിത്തന്ന എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയാണെങ്കിൽ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും അവ സ്ഥിരമാക്കുന്നു. തീർന്നില്ല, അവൻ വീണാലും, ആര്? ദൈവ വഴിയിൽ നടക്കുന്നവൻ വീണാലും നിലം പരിചാകത്തില്ല. സ്തോത്രം പറഞ്ഞേ. ലോകമല്ലേ, വീണെന്നിരിക്കും, പോയെന്നിരിക്കും, കുറഞ്ഞെന്നിരിക്കും, ശൂന്യമായെന്നിരിക്കും, പക്ഷേ നിലം പരിചാകത്തില്ല. ദൂത രാവിലെ പറയുന്നേ, നിലം പരിചാകാതെ നിന്നെ താങ്ങുന്നൊരു കരം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. താങ്ങും കരങ്ങളുണ്ട്, എൻ്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടും. ഒന്ന് ധൈര്യപ്പെട്ട രാവിലെ താങ്ങുന്നൊരു കരമുണ്ട്. താങ്ങുന്ന ഒരു ആ ഭക്തൻ ഈ കാട്ടിൽ കിടന്നു, ദുർഖത്തിൽ കിടന്നു. ചുറ്റുമാര് വളഞ്ഞേക്ക 3000 പട്ടാണ് കിടക്കുന്ന സ്ഥലം കൃത്യമായിട്ട് ആര് പറഞ്ഞു കൊടുത്തു? സിഫിയര് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവൻ കിടന്നുകൊണ്ടിട്ട് അവർ ഉണർന്നപ്പോൾ പറയാണ്, ഞാൻ കിടന്നുറങ്ങി. ഞാൻ കിടന്ന് പിശാച് ചുറ്റും വളഞ്ഞേക്കെന്ന് പറഞ്ഞ് ഉറങ്ങാതിരുന്നത്, ഞാൻ കിടന്ന് യഹോവ താങ്ങുകയാൽ. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാവിലെ ഉണർന്നത് നിന്റെ മിടുക്കൊന്നുമല്ല കേട്ടോ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവ താങ്ങുകയാൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് പകൽ നിർഭയമായി ദൈവത്തെ സ്തുതിക്കണം. എന്നെ താങ്ങുന്ന 2 കരമുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നടക്കുന്ന 2 കാൽപാദങ്ങൾ ഇങ്ങനെ കാണുക. 2 കാല് കർത്താവിൻ്റെ, 2 കാല് കൂടെ പോകുന്ന ആളിൻ്റെ. നടന്ന് 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 വലിയ ദുർഘടമായൊരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് 2 കാല് കണ്ടില്ല. ഇവനാകെ ഭാരമായി. ഇവൻ ചോദിച്ചു, കർത്താവേ
വലിയ പ്രശ്നമില്ലാഞ്ഞപ്പോൾ എൻ്റെ കൂടെ അങ്ങ് നടന്നു. പക്ഷെ ഇപ്പോൾ അക്കരെ കടക്കാൻ കഴിയാത്ത ഈ പ്രതികൂലം വന്നപ്പോൾ 2 കാലേ കാണുന്നുള്ളല്ലോ, നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞടാ, ആ 2 കാലം എൻ്റെയാ. അവിടെ വന്നപ്പോൾ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ അങ്ങെടുത്തു. നിനക്ക് തന്നെ അവിടെ കടക്കാൻ കഴിയത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈ വഹിക്കുകയായിരുന്നു. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാവിലെ താങ്ങുന്ന 2 കരങ്ങൾ, വിശ്വസിച്ചോ, ഇതൊരു ഭയങ്കര ദൂത കേട്ടോ. നിന്നെ താങ്ങുവാൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സിഫ്യർ ഒറ്റിക്കൊടുക്കട്ടെന്നേ, കൂടെ നിൽക്കുന്നവർ ചതിക്കട്ടെന്നേ, വഞ്ചിക്കട്ടെ. നീ പേടിക്കല്ല, താങ്ങാൻ ഒരുവൻ കൂടെ ഉണ്ടെങ്കിൽ. ഓ ഹല്ലേലൂയ. യേശു ഒടുവിൽ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാമോ? നിങ്ങളെല്ലാവരും എന്നെ കൈവിടും എന്ന് പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ, നിങ്ങളെല്ലാവരും എന്നെ കൈവിടും. ഓരോരുത്തൻ അവരവരുടെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവും. ഞാൻ ഏകനാവും. പക്ഷേ ഞാൻ ഏകനല്ല. അവർ ചോദിച്ചു, അതെന്നാ? പിതാവ് എന്നോട് കൂടെ ഉണ്ട്. ഒരല്ലേ പറഞ്ഞേ, എല്ലാരും കൂടെ നിന്നെ കൈവിട്ടാലും നീ ഒറ്റയ്ക്കല്ലെന്ന്. ചിലർ പറയും ഒറ്റപ്പെടത്തില്ല. നീ പറഞ്ഞേ, എല്ലാരും കൈവിട്ടാലും പിതാവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഐസിയുവിനകത്ത് കിടന്നാലും നീ ഏകനല്ല. ക്രിട്ടിക്കൽ ഐസിയുവിൽ കിടന്നാലും നീ ഏകനല്ല. വെന്റിലേറ്ററിൽ കിടന്നാലും നീ ഏകനല്ല. അവിടെ ഇറങ്ങി വരുന്ന ഒരു പിതാവ് നിനക്കുണ്ട്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. കൈ താങ്ങുന്ന, ബലപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തിന്റെ വഴിത്താരകൾ നിന്നെ താങ്ങി നടത്തുന്ന ഒരത്ഭുതമാർന്ന കരമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ആരുടെ കൂടെയാണ്, ആരെയാണ് ദൈവം താങ്ങുന്നത്? 63-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, 63:8. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. ആരെയാ ദൈവം താങ്ങുന്നത്? പറഞ്ഞ എന്നോട് നോക്കിയേ. എന്റെ ഉള്ളം നിന്നോട്. ഇവിടെ ആരാധനയ്ക്കിരുന്നാലും എല്ലാവരുടെയും ഉള്ളം ദൈവസന്നിധിയൊന്നുമല്ല. ചിലർ ഇതിനിടയ്ക്ക് അയർലൻഡിൽ പോയി വന്നിട്ടുണ്ട്, ചിലർ UK പോയി വന്നിട്ടുണ്ട്, ചിലർ വീട്ടിൽ പോയി വന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്നപ്പോഴാണ് ഓർത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണോ? എല്ലാവരുടെയും ഉള്ള ഇവിടെ നിന്നും അല്ല. ഉള്ളമല്ലെങ്കിൽ വലം കൈ താങ്ങത്തുമില്ല. ദൈവത്തിൻ്റെ കണ്ടീഷൻ, ഉള്ളം ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവത്തിൻ്റെ വലം കൈ നിന്നെ താങ്ങും. ഈ വലങ്കൈ എന്ന പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നതെല്ലാം യേശുവിനെ കുറിച്ചാണ് കേട്ടോ. ഒരു സ്വതന്ത്രം പറയണം. പഴയ നിയമത്തിൽ മുഴുവൻ നിന്റെ വലങ്കൈ എന്ന് ആത്മാവിൽ ആരൊക്കെ പറഞ്ഞോ അതെല്ലാം യേശുവിൻ്റെ കരമാണ്. ആ കരത്തിൻ്റെ പ്രത്യേകത, ഭയപ്പെട്ട് കടച്ചിരിക്കുക ശിഷ്യന്മാർ മൊത്തം കൂടെ. അതിന് നടുക്കോട്ട് യേശു വന്നു നിന്നു. എവിടെ നിന്നു? കിഴക്കോട്ടല്ല. ഹലോ, യേശു കിഴക്കോട്ട് വന്ന് നിന്നില്ല. എങ്ങോട്ട് വന്നു? നടുക്കോട്ട് വന്ന് നിന്നു. ഒരല്ലേ പറഞ്ഞേ, നമ്മളതുകൊണ്ട് ഉടനെ കിഴക്കോട്ട് തിരിയണ്ട. യേശു എവിടെ നിന്നു? നടുക്കോട്ട് നിന്നു. ഇന്നും പകൽ കർത്താവ് നടുവിലാന്ന്. പ്രശ്നങ്ങളുടെ നടുവിൽ അവനുണ്ട്. നിന്റെ പ്രതികൂലത്തിന് നടുവിൽ അവനുണ്ട്. നിന്റെ രോഗത്തിന് നടുവിൽ അവനുണ്ട്. നിന്റെ കടഭാരങ്ങളുടെ നടുവിൽ അവനുണ്ട്. നിങ്ങളുടെ സ്ഥിതി നടുവിലോട്ട് വന്ന് നിന്നിട്ട് യേശു ആദ്യം പറഞ്ഞു, ഭയപ്പെടേണ്ട. കൈ കൊടുത്തൊന്ന് പറഞ്ഞേ അടുത്തിരിക്കുന്ന ആളിനോട്. സ്വതന്ത്രം പറയാനല്ല പറഞ്ഞ്, ഭയപ്പെടേണ്ടെന്ന് പറയണം. സജി ബ്രദറെ, ഭയപ്പെടണ്ട, സ്കാനിങ് ചെയ്തോട്ടെന്നേ. ഹോട്ടലുകാരുടെ പൈസയല്ലേ, അവർ സ്കാൻ ചെയ്യട്ടെ. ഹലോ, പക്ഷെ ഭയപ്പെടേണ്ട. എന്നിട്ട് കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവർക്ക് ഈ കൈ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു. പിളർക്കപ്പെട്ട കൈ കാണിച്ചു, തുറക്കപ്പെട്ട ഹൃദയവും കാണിച്ചു. ഇവിടെ ഇങ്ങനെ തുറന്നിരിക്കുന്ന കൊണ്ട്, ഇവിടെ പിളർന്നിരിക്കുന്ന കൊണ്ട് നീ പേടിക്കണ്ട. ഈ പിളർപ്പിൽ നിന്നെ ഞാൻ മറയ്ക്കും. സ്തോത്രം പറയണം. ഈ പിളർപ്പിൽ ഞാൻ നിന്നെ മറയ്ക്കും. നിന്നെ മറയ്ക്കാനാ ഇവിടെ പിളർന്നേ. നിന്നെ മറയ്ക്കാനാ ഈ കൈ പിളർന്നത്. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. രാവിലെ ആത്മാവ് ആഴമായി ഇടപെടുകയാണ്.
സ്വർഗം ഇന്ന് പകൽക്കാലം നിന്നെ ആ പിളർപ്പിനകത്ത് മറയ്ക്കുമെന്ന് ഉറപ്പുള്ളവര് ഹല്ലേലൂയ. ആരെയാണ് ദൈവം താങ്ങുന്നത്? 41 സങ്കീർത്തനം അതിന്റെ 12 വാക്യം. എന്നെ താങ്ങുന്നു, നീ നിന്റെ നിഷ്കളങ്കം നിമിത്തം എന്നെ താങ്ങുന്നു, നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളും. അപ്പോൾ ഒന്ന്, പ്രസാദകരമായ വഴിയിൽ നടക്കുന്നവനെ ദൈവം താങ്ങും. 2, ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ദൈവം താങ്ങും. 3, നിഷ്കളങ്കന്മാരെ ദൈവം താങ്ങും. 99 വയസ്സിൽ ഭക്തനോട് പറഞ്ഞു, അബ്രഹാമേ, നീ ഇനി എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കണം. ഒരല്ലേ പറഞ്ഞ് ഈയോബിനോടുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹം എന്നറിയാമോ? ദുഷ്ടപിശാചൻ, നീ അവനെ നോക്കിയോ? അവൻ ആരാന്നറിയാമോ? നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും നിഷ്കളങ്കനും യഹോവ ഭക്തനുമാണ്. പ്രൈസ് ദി ലോർഡ്. 37 അധ്യായത്തിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. 37 അധ്യായത്തിൽ കാറ്റടിക്കുക. ഏത് കാറ്ററിയാം? പിള്ളേരെ കൊന്ന കാറ്റ്, ഒട്ടകത്തെ കൊണ്ടുപോയ കാറ്റ്, ആടിനെ കൊണ്ടുപോയ കാറ്റ്, വീട് കത്തിച്ച കാറ്റ്, ദേഹത്ത് വൃണമാക്കിയ കാറ്റ്. കാറ്റ് തുടങ്ങി അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 37:21 പുള്ളി ഒരു വാക്യം പറഞ്ഞു. ഒന്ന് വായിച്ചേ. 37:21. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, കാരണം കാർമേഘം മൂടിക്കിടക്കുക. എങ്കിലും കാറ്റ് കടന്ന്, എല്ലാരും പറഞ്ഞേ, എങ്കിലും കാറ്റ് കടന്ന് നിനക്ക് വേണ്ടി ഒരു കാറ്റ് വരും. സന്തോഷത്തോടെ സ്തുതിക്കാവുള്ളൂ. ഞാൻ പ്രവചനാത്മാവിൽ രാവിലെ പറയാം, നിനക്ക് വേണ്ടി ഒരു കാറ്റ് വരും. കാറ്റ് കടന്ന് ഇപ്പൊ കാണാൻ വയ്യാത്ത ആ വിടുതൽ വെളിവാക്കും. ഇപ്പൊ മൂടിക്കിടക്കുകയാണ്, ഇപ്പൊ കാർമേഘം പറഞ്ഞിരിക്കുകയാണ്, പക്ഷെങ്കിൽ ഒരു കാറ്റ് വരും. ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് രാവിലെ ദൈവാത്മാവ് ഈ മെയ് മാസം 17 രാവിലെ 8:30 ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു കാറ്റ് വരും. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിനക്ക് വേണ്ടി ഒരു കാറ്റ് വരും. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞ പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇപ്പോഴില്ല. പാസിങ്ങനെ പ്രസംഗിക്കും, ഞങ്ങളിങ്ങനെ കേട്ട് കയ്യൊക്കെ അടിക്കുന്ന പ്രതീക്ഷയ്ക്ക് വകയൊന്നും നിങ്ങളുടെ ഇരിപ്പ് കണ്ടറിയാം. പ്രതീക്ഷയ്ക്ക് വകയൊന്നും. പക്ഷെ ഭക്തൻ പറയുകയാണ്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പം ഞാനൊന്നും കാണുന്നില്ല, കാരണം എല്ലാത്തിനെയും മേഘം എന്തിരിക്കുക, മറച്ചിരിക്കുക. എൻ്റെ കൂടെ വരണം. മേഘം എല്ലാത്തിനെയും മറച്ചിരിക്കുക, മൂടിയിരിക്കുക. എന്താന്ന് കാണുന്നില്ല, ഇരുട്ട് മൂടിയിരിക്കുക. പക്ഷെ ഭക്തൻ പറഞ്ഞ്, എനിക്ക് നിരാശയില്ല, ഒരു കാറ്റ് വരും. ഒന്ന് പറഞ്ഞ എല്ലാവരും, എനിക്ക് വേണ്ടി ഒരു കാറ്റ് വരും. അതെവിടുന്നാന്ന് എനിക്കറിയത്തില്ല. നിന്റെ കത്തതയിൽ നിന്നെ സഹായിക്കാൻ ഒരു കാറ്റ് വരും. കാറ്റ് വരുമ്പോൾ അതങ്ങോട്ട് കടന്നിട്ട് ആ ഇരുട്ടിനെ മാറ്റിയിട്ട് നിന്റെ വഴി തെളിവായി വരുമെന്ന് രാവിലെ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 37 പറഞ്ഞു എന്തോ വരും. 38 വായിച്ചേ. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചത്. 37:21 കാറ്റ് വരുമെന്ന് ഭക്തൻ പറഞ്ഞു. 38:1 കാറ്റ് വന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. 37:21 വൃണങ്ങളെ ഓട്ടുചിരട്ട കൊണ്ട് ചൊറിയുന്ന ഭക്തൻ പറഞ്ഞു, ഒരു കാറ്റ് വരും, ഒരു കാറ്റ് വരും. അധികം താമസിച്ചില്ല. 38:1 കാറ്റ് വന്നു. കാറ്റ് വന്നതിനകത്ത് ഒരാളുണ്ടായിരുന്നു. ആരാന്ന് കണ്ടോ? കാറ്റിനകത്ത് ഒരാളുണ്ടാരാന്ന് കണ്ടോ? യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന്, ഒരല്ലേ പറഞ്ഞേ, എല്ലാം മുടിച്ച കൊടുങ്കാറ്റിന് നേരെ ഒരു ചുഴലിക്കാറ്റിൽ യഹോവ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് ദൈവമക്കളോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്, എല്ലാം തിരിച്ചു കൊണ്ടിരുന്ന ഒരു കാറ്റ് നിനക്ക് വേണ്ടി ദൈവം അടുപ്പിക്കുമെന്ന് ഉറപ്പുള്ളവര്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് പോകുന്ന വഴിക്കെല്ലാം പറഞ്ഞോണ്ട് പോകണം, എന്നെ സഹായിക്കാൻ ഒരു കാറ്റ് വരും. 37 അധ്യായത്തിന് അടിച്ചോണ്ട് പോയതെല്ലാം ഒന്ന് പറഞ്ഞേ, ഒന്ന് ശ്രദ്ധിച്ചേ.
37 അധ്യായത്തിൽ അടിച്ചോണ്ട് പോയതെല്ലാം 38-ാം അധ്യായത്തിൽ ചുഴലിക്കാറ്റ് വന്നു. എന്നെ വന്നു. 1-ാം അധ്യായത്തിൽ എന്തോ അടിച്ചത്? കൊടുങ്കാറ്റ്. എന്താ അടിച്ചത്? കൊടുങ്കാറ്റിന്റെ പരിപാടി വേരോടെ പറിച്ചെല്ലാം കൊണ്ടുപോവാ. പക്ഷെ ചുഴലിക്കാറ്റിന്റെ പരിപാടി അടിച്ചോണ്ട് പോയതെല്ലാം കറക്കി തിരിച്ചിവിടെ കൊണ്ടുവരിക. ഒരല്ലിയ പറയണം, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ജോലിയിൽ നിന്ന്, നിന്റെ ബിസിനസ്സിൽ നിന്ന് എന്തെല്ലാം ഇന്നലെ അടിച്ചോണ്ട് പോയോ അതെല്ലാം ഇന്ന് ചുഴലിക്കാറ്റ് തിരിച്ചു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവര്, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒരു കാറ്റടിച്ചോണ്ടിരിക്കുക. ഏറ്റെടുക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് നിന്റെ രക്ഷയ്ക്കായിട്ടൊരു കാറ്റ്. ഓ റബല ബല ബല ബരഗനഗരഗദര വൈഡഗതി ബല ബരൗഷപ്രഭന. ഹല്ലേലൂയ. പക്ഷെ നീ ആരാകണം? നിഷ്കളങ്കനാകണം. ഹൃദയത്തിൽ കളങ്കമില്ലാതെ ദൈവത്തെ സ്തുതിച്ചേ. എന്തെല്ലാം ചതിവ്, എന്തെല്ലാം വഞ്ചന, എന്തെല്ലാം അപമാനം, എന്തെല്ലാം അപവാദം. യേശുവിനെ കയറി ബെയൂസബേലെന്ന് വരെ വിളിച്ചു. എന്താ പറഞ്ഞു? എന്ന് പറഞ്ഞ ആരാ? ഭൂതങ്ങളുടെ തലവൻ. ആരെ വിളിച്ചതാ? യേശുവിനെ വിളിച്ചെങ്കിൽ പിന്നെ എന്നെ വല്ല മാതിരി കാര്യമുണ്ട്? ഹലോ, പറഞ്ഞേ. പേടിക്കരുത്. നീ നിഷ്കളങ്കനായി നിന്നാ മതി. നിഷ്കളങ്കനായി ദൈവം മാനിക്കും. ഇന്ന് വന്ന എല്ലാവരോടും ഞാൻ ദൂത് പറയുന്നു. ലൈവിൽ കാണുന്ന പ്രിയരോട് ഞാൻ പറയുന്നു, ദൈവം നിന്നെ മാനിക്കും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഇന്ന് പകൽ ഒരു കാറ്റ് ആർക്കൊക്കെയോ വേണ്ടി അടിക്കാൻ പോകുകയാണ്. കാടയെ പുറക്കിക്കൊണ്ടുവരുന്ന കാറ്റ്. ഓ ഹല്ലേലൂയ. ചെങ്കടലിനെ വിഭജിക്കുന്ന കാറ്റ്. ഓ വഴി തുറക്കുന്ന കാറ്റ്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ആഴമായൊരു വിടുതൽ ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി പകരുകയാണ്. ഞാൻ നിർത്തുന്നു. നിങ്ങൾ വായിച്ചേ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 17:12 വായിച്ച് നമ്മൾ വിടുകയാണ്. പുറപ്പാട് 17:12. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നെ നോക്കിക്കേ. നമ്മുടെ സാം 2 കൈയൊന്ന് പൊക്കി പിടിച്ചേ. നമ്മുടെ മോൻസിയും ബ്രദറും കൂടെ 2 കൈയൊന്ന് താങ്ങി പിടിച്ചേ. അങ്ങനെയല്ല താങ്ങുന്നേ, ഇങ്ങനെ താങ്ങി പിടിക്കണം. നമ്മൾ വാടകൊലയൊക്കെ താങ്ങി നിർത്തത്തില്ലേ? അതുപോലെ ഇതുപോലെ 2 പേരെ അപ്പുറം മോശ എന്ത് ചെയ്തു? താങ്ങി. എപ്പം വരെ? സൂര്യൻ അസ്തമിക്കുന്നത് വരെ താങ്ങിയെങ്കിൽ സഭയുടെ ഡ്യൂട്ടി നിന്റെ ഇടത്തും വലത്തോളം നീ താങ്ങണം. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥനയിൽ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ ഒരു കാര്യം ചെയ്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ബ്രദർ സ്നാനപ്പെട്ടപ്പോൾ സഭയുടെ സെക്രട്ടറിയോ അല്ലെ ഉത്തരവാദിത്തപ്പെട്ട ആളോ ഓടിച്ചെന്നിട്ട് കയറി വന്ന ആളിൻ്റെ ആ നനവ് കൂട്ടിയുള്ള നഗ്നത നാട്ടുകാർ കാണാതിരിക്കാൻ ഒരു കട്ടിയുള്ള പുതപ്പ് കൊണ്ട് എന്ത് ചെയ്തു? മറച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഈ വെള്ളം കാരണം തെന്നി വീഴാതിരിക്കാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് കുളിമുറിലോട്ട് പോന്നെ കണ്ടിട്ടില്ലേ? സഹോദരി സ്നാനപ്പെട്ട് കയറിയപ്പോൾ ആ തുണിയിൽ അവിടെ ദേഹത്തൊട്ടി ആ നഗ്നത കാണാതിരിക്കാൻ പെട്ടെന്നൊരു പുതപ്പ് കൊണ്ട് സഭയിലെ പാസ്റ്ററുടെ ഭാര്യയോ അല്ലെ ഉത്തരവാദിത്തനാണോ പുതപ്പിച്ചിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോത്തില്ലേ? അർത്ഥം എന്നാന്നറിയാമോ? നീ കർത്താവിനെ വെള്ളത്തിൽ സാക്ഷീകരിച്ചുകൊണ്ട് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നിന്റെ അപമാനം പുറത്തു വരാതെ നിന്നെ സംരക്ഷിക്കാൻ സഭ കൂടുണ്ട്. ഹല്ലേലൂയ പറയണം. സഭ നിന്റെ കൂടെയുണ്ട്. അതാ സഭ. ഹല്ലേലൂയ. തമ്മി പാര വെക്കുന്നതല്ല സഭ, തമ്മി വഴക്കുണ്ടാക്കുന്നതല്ല സഭ. ഏതൊരു വ്യക്തിയായി ചേർത്ത് നിർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. താങ്ങുന്ന 2 കരങ്ങൾ. ഹല്ലേലൂയ. ഒരാൾ അങ്ങ് വീഴാൻ തുടങ്ങുകയാണെങ്കിൽ താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവനെ അവനെ കാല് ഒടിഞ്ഞ് വിളലി ഒടിഞ്ഞ് പിന്നെ താങ്ങിയിട്ട് കാര്യമുണ്ടോ? പ്രൈസലോ. നമ്മൾ മാറി നിന്നുണ്ട്. അത് അവന്റെ കുഴപ്പമാണ്. അവൻ അത്രയൊന്നും വന്നാൽ പോരാ എന്നല്ല വിശ്വാസി പറയണ്ടേ. അവനെ ആ പുതപ്പ് കൊണ്ടൊന്ന് പുതച്ചിട്ട്, ഓ ഹല്ലേലൂയ, അതാ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ. കൂരും മകരോനും
കൈ താങ്ങി പിടിച്ചതുപോലെ ഇന്ന് രാവിലെ താങ്ങുന്ന 2 കരങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയിൽ ഞാൻ അവരെ താങ്ങിക്കൊള്ളാം. ഹല്ലേലൂയ. കുഞ്ഞെ, നീ വിഷമിക്കണ്ട, ഞാനൊരു 3 ദിവസം നിനക്ക് വേണ്ടി ഉപവസിക്കാം. എന്നോടൊന്ന് വന്നേ. ഇപ്പൊ രാവിലെ ഇവിടെ കയറി വന്നു. അവനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പ്രയാസമുണ്ട്. ചെന്നോണ്ട് ബ്രദറെ, ഓ ഒന്നും പറഞ്ഞില്ല, ഒന്ന് വെച്ചതേ ഉള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലായി. ഉടനെ നമ്മൾ പറയണം, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അടുത്ത 3 ദിവസം നിനക്ക് വേണ്ടി ഉപവസിക്കാൻ പോകും. അവൻ എന്തോ ബലമായിരിക്കും അറിയാമോ. അവന്റെ വീട്ടിലാരും പറഞ്ഞില്ല ഉപവസിക്കാമെന്ന്. സഭയിൽ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം 3 ദിവസം പറഞ്ഞേ. അതാ സഭ. മനസ്സിലായില്ലേ? നീ ഒന്ന് പുതപ്പിച്ചൊന്ന് കൂടെ നിർത്തിക്കേ. ഈ സഭയ്ക്കകത്തെ മുഴുവൻ പേരുടെയും പ്രതികൂലങ്ങളെ ദൈവം മാറ്റും. താങ്ങാനൊരു കരമുണ്ടെങ്കിൽ, കരയാൻ 2 പേരുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ 2 പേരുണ്ടെങ്കിൽ, നിന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവര് ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം, ഞങ്ങൾക്ക് അവിടെ വലിയ സംവിധാനമൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന കുറെ പാവങ്ങളുണ്ട്. നിങ്ങൾ വന്ന് കയറിയാൽ മതി, പേര് കിട്ടിയാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞേ, പ്രാർത്ഥിക്കും. എത്ര പേര് തയ്യാറുണ്ട്? ഈ ദേശത്ത് അറിയേണ്ടത് ആ PC ചെറിയാന്റെ സഭയെന്നല്ല, ദേശത്തറിയേണ്ട പ്രാർത്ഥിക്കുന്ന ഒരു സഭ പട്ടണത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പട്ടണത്തിൽ ആര് വന്നാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് നീ ധൈര്യത്തോടെ പറഞ്ഞാൽ, മലകളെ മാറ്റുന്ന വിശ്വാസം, കാട്ടത്തിയെ വേരോടെ പറിച്ച് കടലിന്റെ നടി നട്ടുവെക്കുന്ന വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചില ആഴമായ പോരുകളെ ദൈവം വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിച്ചേ. എന്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ എന്റെ ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഉറപ്പുള്ളവര് കരമൊന്ന് ചേർത്തടിച്ച് എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്ക് ആരുണ്ട്? താങ്ങുന്നൊരു കർത്താവുണ്ട്, താങ്ങുന്നൊരു കരവുണ്ട്. സ്വന്തം ചേട്ടൻ കണ്ണിമാങ്ങാതിന്ന് പിള്ളേർ വയറിളകി ചാകാൻ കിടക്കുമ്പോൾ സ്വന്തം പടിയക്കൂടെ റേഷനരി മേടിച്ച് തോളത്ത് വെച്ച് സഹോദരൻ കാണാതെ കൊട കൊണ്ട് മറച്ച് പോകുമ്പോൾ ഭക്തൻ പറഞ്ഞു, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയിടുമ്പോൾ അവിടെ നിർത്തിയില്ല കേട്ടോ. എന്നാൽ എനിക്കൊരു സഹായകൻ. എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്കൊരു സഹായകൻ. ഓ, ഇന്ന് രാവിലെ നിനക്കൊരു സഹായകനുണ്ട്. ഉറപ്പുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. മറ്റെന്തും മറന്നാലും ഈ ദൂത് മറക്കല്ല. എനിക്കൊരു സഹായകനുണ്ട്, എനിക്കൊരു സഹായകനുണ്ട്. അപ്പൊ ഈ യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ചോദിക്കും, എങ്ങനെയായി കാര്യങ്ങളൊക്കെ? കർത്താവ് നടത്തും. ആര് പറഞ്ഞു? എനിക്കൊരു സഹായകനുണ്ട്. പറഞ്ഞ എല്ലാരും, കർത്താവ് നടത്തും. പറഞ്ഞാണ്ട്, കർത്താവ് നടത്തും. എനിക്കൊരു സഹായകനുണ്ട്. എൻ്റെ കൈ ഇച്ചിരി കുറുകിയാലും അവൻ്റെ കൈ കുറുകിയിട്ടില്ല. എൻ്റെ കാതപ്പം അല്പം മങ്ങിയാലും അവൻ്റെ കാത് മങ്ങിയിട്ടില്ല. അവൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ല. അവൻ ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനായവനാണ്. ശക്തനായവൻ എനിക്ക് വലിയ വചനമെന്ന് പറയാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അവനെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്, എനിക്കൊരു വലിയ ദൈവമുണ്ട്.